കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. പടിഞ്ഞാറൻ മേഖലയിൽ പലയിടത്തും വെള്ളക്കെട്ട് ഉണ്ടെങ്കിലും വെള്ളം ഇറങ്ങിത്തുടങ്ങുന്നതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ. 154 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മിഥുൻ മുരളി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇറഞ്ഞാലിലാണ് നിൽക്കുന്നത്. ഇറഞ്ഞാലിൽ നിന്നും വെള്ളം ഇറങ്ങുകയാണ്. പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായ വെള്ളപ്പൊക്കം അതിരൂക്ഷമായി നിലനിന്ന പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നു എന്നുള്ള ഒരു ആശ്വാസമാണ് ഈ മണിക്കൂറുകളിൽ ഉള്ളത്. പടിഞ്ഞാറൻ മേഖലയിലെ ആർപ്പുക്കര, അയ്മനം പഞ്ചായത്തുകളിലെ വിവിധ മേഖലകൾ 70% പ്രദേശങ്ങളും വെള്ളത്തിലായിരുന്നു. ഈ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. കുമരകം, ഇല്ലിക്കൽ, താഴത്തങ്ങാടി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന്, തിരുവാർപ്പ് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നുണ്ട്. അതിതീവ്രമായ വെള്ളപ്പൊക്കം നേരിട്ട 2 പ്രദേശങ്ങളായിരുന്നു കോട്ടയത്ത് ഉണ്ടായിരുന്നത്. ആർപ്പുക്കരയിലെ കരിപ്പയും ഒപ്പം കുമരകം, ഇല്ലിക്കൽ ഭാഗങ്ങളും. ഈ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. സാവധാനമാണ് വെള്ളം ഇറങ്ങുന്നത്. എങ്കിലും വീടുകളിൽ നിന്നും മറ്റും വെള്ളം ഒഴിയുന്നതിൻ്റെ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് നാട്ടുകാർ ഉള്ളത്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് എത്തി വെള്ളം ഇറങ്ങുന്നതിനനുസൃതമായി അവിടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആളുകൾ നടത്തുന്നുണ്ട്. പരമാവധി നേരത്തെ തന്നെ വീടുകളിലേക്ക് തിരികെ എത്തുക എന്നുള്ള ഒരു കരുതലിലാണ് ആളുകൾ ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളുമായി മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും വീടുകളിൽ നിന്ന് ഇപ്പോൾ വെള്ളം ഒഴിയുന്നുണ്ട്. ഭാഗികമായി മുങ്ങിക്കിടന്ന വീടുകളൊക്കെ ഇപ്പോൾ ഏകദേശം വെള്ളം താഴുന്ന ഒരു നിലയാണ് ഉള്ളത്. ഇവിടെയും നമ്മളിപ്പോൾ നിൽക്കുന്ന ഇറഞ്ഞാൽ ഭാഗത്തും മുട്ടറ്റം വെള്ളം നേരത്തെ ഉണ്ടായിരുന്നു. അത് താഴ്ന്നിട്ടുണ്ട്. ജലനിരപ്പ് താഴുന്നുണ്ട്. കിഴക്കൻ മേഖലയിൽ നിന്ന് പാല, ഈരാറ്റുപേട്ട തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം പൂർണ്ണമായും ഒഴിഞ്ഞിട്ടുണ്ട്. ഈരാറ്റുപേട്ട ടൗണിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞിട്ടുണ്ട്. കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങി പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തി. ആർപ്പുക്കര, അയ്മനം, തിരുവാർപ്പ്, കുമരകം, താഴത്തങ്ങാടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഉണ്ടായി. അവിടെ ജലനിരപ്പ് ഉയർന്ന് പിന്നീട് വേമ്പനാട്ട് കായലിലേക്ക് പോവുകയാണ് പതിവ്. മുൻ വർഷങ്ങളിൽ നേരത്തെ തന്നെ കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങിയാൽ, പാല, ഈരാറ്റുപേട്ട മേഖലകളിൽ നിന്നും വെള്ളം ഇറങ്ങിയാൽ വളരെ വേഗത്തിൽ പടിഞ്ഞാറ് മേഖലയിലെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പടിഞ്ഞാറ് മേഖലയിൽ നിന്ന് വേമ്പനാട്ട് കായലിലേക്ക് പോവുകയായിരുന്നുവെങ്കിൽ ഇത്തവണ അത് അങ്ങനെ അല്ല. സാവധാനമല്ല വെള്ളം മുന്നോട്ട് പോയത്. വേമ്പനാട്ട് കായലിലേക്ക് വെള്ളം പോകുന്നതിന് താമസമുണ്ടായി. അതുകൊണ്ടാണ് കിഴക്കൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ടും പടിഞ്ഞാറൻ മേഖലയിൽ ദുരിതം നേരിട്ടത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വേമ്പനാട്ട് കായലിലേക്ക് തണ്ണീർമുക്കം ബണ്ട് ഉൾപ്പെടെ തുറന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ ചില പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം വെള്ളം പോകുന്നത് തടസ്സപ്പെട്ടു. സാവധാനമാണ് എന്നുള്ള ആശങ്കകളും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മീനച്ചിലാറ്റിലും വേമ്പനാട്ട് കായലിലും എക്കൽമണ്ണ് അടിഞ്ഞ് വ്യാപ്തി കുറഞ്ഞത് ഈ പ്രദേശത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ വെള്ളം ഒഴുകിയെത്തുന്നതിനും വെള്ളം ഇരച്ചെത്തുന്നതിനുമൊക്കെ, നദികൾ കരകവിഞ്ഞെത്തുന്നതിനുമൊക്കെ കാരണമായി എന്നുള്ളതാണ് നാട്ടുകാർ ആശങ്ക പങ്കുവെക്കുന്നത്. ഇനി അടുത്ത വർഷങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാകരുത് എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഈ മീനച്ചിലാറ്റിലെയും വേമ്പനാട്ട് കായലിലെയും എക്കൽമണ്ണ് നീക്കം ചെയ്ത് ഈ നദിയുടെ വ്യാപ്തി കൂട്ടുന്ന തരത്തിലുള്ള പഠനങ്ങൾ നടത്തി ശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങളുമൊക്കെയായി വീടുകളിലേക്ക് പോകുന്ന, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് പോകുന്ന ആളുകളുണ്ട്. 150 മുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ആളുകൾക്ക് വീടുകളിലേക്ക് മടങ്ങി പോകാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. ഇപ്പോൾ കുമരകം, ചേർത്തല റൂട്ടിലും കോട്ടയത്തേക്കുള്ള വാഹനങ്ങൾ ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ വൈക്കം, കുമരകം റൂട്ടിൽ നിന്നും കോട്ടയത്തേക്ക് എത്തുന്ന റൂട്ടിലും വാഹന ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട്. ഈരാറ്റുപേട്ട, പാല ഭാഗങ്ങളിൽ വെള്ളം ഒഴിഞ്ഞതുകൊണ്ട് ആ ഭാഗത്തു നിന്ന് കോട്ടയത്തേക്ക് എത്തുന്നതിന് തടസ്സമൊന്നും, വാഹന ഗതാഗതത്തിന് ഇപ്പോൾ ബുദ്ധിമുട്ട് ഒന്നും നേരിടുന്നില്ല. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകളിൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ, കിഴക്കൻ മേഖലകളിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ, മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥ കോട്ടയം ജില്ലയിൽ ഉണ്ടാവുകയാണെങ്കിൽ വെള്ളം ഇനി വളരെ പെട്ടെന്ന് ഇറങ്ങി പോകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. എന്തായാലും ഈ പ്രദേശങ്ങൾ ഒരു സാധാരണ ഗതിയിലേക്ക് എത്തണമെങ്കിൽ, നേരത്തെയുള്ള ഒരു അവസ്ഥയിലേക്ക് വെള്ളമൊക്കെ ഇറങ്ങി ഒരു സാധാരണ നിലയിൽ എത്തണം എന്നുണ്ടെങ്കിൽ മിനിമം 5 ദിവസമെങ്കിലും എടുക്കും എന്നുള്ള കാര്യമാണ്. വെള്ളം ഇറങ്ങി വീടുകളിലെത്തി വൃത്തിയാക്കി ഒരു സാധാരണ ജീവിതത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ദിവസങ്ങൾ എടുക്കും എന്നുള്ളതാണ്. ക്യാമറമാൻ ഹരികൃഷ്ണൻ ഹരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.